ഈ തറവാട് കുളം തോണ്ടാൻ ഒരുത്തനെത്തി കഴിഞ്ഞു. നമ്മളെയാണല്ലോ മച്ചമ്പി. തഗ് ലൈഫ് സത്യം പറയാനുള്ള ഒറ്റ പാട്ടേ പറയുള്ളൂ. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു മണിരത്നം പടം എന്ന് പറയുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടല്ലോ, അത് മീറ്റ് ചെയ്യാത്തത് കൊണ്ട്, അത് എക്സീഡ് ചെയ്യണമെന്നൊന്നുമില്ല, അത് ജസ്റ്റ് അതുപോലും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു വൺ ടൈം പോലും കാണാൻ പറ്റാത്തൊരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്റെ ഭഗവതി, ഏതോ കാലം ട്രെൻഡ് ഔട്ടായ കൂളിംഗ് ഗ്ലാസും ചങ്ങലയിട്ട സാധനം, അതാണ് ഇപ്പൊ ഇദ്ദേഹം തഗ് ലൈഫ് എന്ന പേരുമായിട്ട് ഇറക്കിയിരിക്കുന്നത്. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി ഇരുന്ന് കാണാൻ പറ്റത്തില്ല. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. നമ്മൾ 3 ലെജൻസിനെ കാണാൻ വന്നതാണ്. ശരിക്കും 3 G ആണ് തന്നേക്കുന്നത്. നല്ലവണ്ണം മൂജിട്ടുണ്ട്. കൊടൂര സാധനം. സത്യമായിട്ട് പറയാ, ഇന്ത്യൻ 2 ഇല്ലേ, ഇന്ത്യൻ താത്ത, ഇന്ത്യൻ താത്തയേക്കാൾ മോശം, അഴുക്ക ചെറുക്ക. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇന്ത്യൻ താത്തക്ക് ഇതിന്റെ മുന്നിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അത് കോമഡിയെങ്കിലും ഉണ്ട്. Not because I doubt this film, because I want it to be bigger than Nayakan, which I promise you from what I have seen, it's going to be. ഒന്നരമായിരിക്കുന്നു, വെറുതെ പറയണമെന്ന് വിചാരിക്കരുത്. വണ്ടർഫുൾ. പിന്നെ ഇഴച്ചിലെന്ന് പറഞ്ഞാൽ ആമ ഇതിനെ കാട്ടി സ്പീഡ്, ഇപ്പൊ അത്രയ്ക്ക് ഇഴച്ചില്ല. മേക്കിംഗ് കൊണ്ട് എന്തെങ്കിലും കാണാനുണ്ടോ? മേക്കിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെയാ 300 രൂപ എടുത്തിട്ട് മേക്കിംഗ് കാണാൻ മാത്രം കാണുന്നത്? എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ? ഒന്നുമില്ല, ടിപ്പിക്കൽ. 3 പേരും കൂടി 365 രൂപ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സിനിമ തുടങ്ങും തൊട്ട് അവസാനം വരെ ഇതാണ് സംഭവിക്കാൻ പോണെന്ന് മനസ്സിലാവുന്ന ഒരു വളരെ ഹൈലി പ്രഡിക്റ്റബിൾ ആയ ഒരു കഥ. ഇങ്ങനെയുള്ള ചീപ്പ് കഥകൾ ഈ സിനിമയിൽ ഫുൾ പരിപ്പുവട കോൺഫ്ലിക്റ്റ് ആണ്. മണിരത്നത്തിന്റെ സിനിമയാണോ അത്? ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് ആണ്, പരിപ്പുവട കോൺഫ്ലിക്റ്റ്. ചങ്ക് പൊട്ടി നിൽക്കാ പാവം, ഇനിയും വിഷമിപ്പിക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ അൾട്ടിമേറ്റ് ഗുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിമ്പ് ഒഴികെ ബാക്കി എല്ലാരും കോമഡി പീസുകളാണ്. അതില് പെരിയ 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 കോമഡി പീസ്. അത് പറ്റിപ്പോയി, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല. പടം നല്ല ഫ്ലോപ്പാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പെരിയ നടികർ താൻ നാസർ ഭൂലക വാണ കോമഡി പീസായിട്ട് നാസർ അഭിനയിച്ചിരിക്കും. ഇത് ദുൽഖറിന് ചെയ്യാൻ പറ്റിയ റോൾ. ദുൽഖർ രക്ഷപ്പെട്ടു. ദുൽഖർ ഭാഗ്യം. ദുൽഖറിന്റെ എന്തോ നല്ല സമയമായതുകൊണ്ട് ദുൽഖർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. തൃഷയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വേസ്റ്റ് ക്യാരക്ടറും കോമഡി പീസും ആയിരുന്നു തൃഷയും കമലഹാസനും തമ്മിലുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മേക്കിംഗ് കുഴപ്പമില്ല എന്ന് പറയാം, പക്ഷെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മറ്റേ സ്വാതന്ത്ര്യം കിട്ടിയ കാലം പോലുള്ള സാധനം. പറ്റിപ്പോയടാ, വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ മണിസാർ പടം തന്നെ. അതുകൊണ്ട് ഐശ്വര്യലക്ഷ്മി ഒരു 5-6 പടത്തിൽ കരയേണ്ട കരച്ചിൽ ഇതിൽ കരഞ്ഞിട്ടുണ്ട്, കരഞ്ഞ് മെഴുകിയിട്ടുണ്ട്. നിനക്കൊന്നുമില്ല. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?